ഒരാളുടെ ഖബറിന്റെ സമീപത്തുകൂടി നടന്നുപോകും. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ്, യാ ലൈതനി മകാന, ഈ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ അവസ്ഥകൾ മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബു ദുനിയ ഹത്താ യമറ റജുലു അലൽ ഖബർ ഫയതമറഉ അലൈഹി ഫയഖൂലു യാ ലൈതനി കുന്തു മകാന സാഹിബി ഹാദൽ ഖബർ ലൈസ ബിഹി അദ്ദീൻ ഇല്ലൽ ബലാ. ദീനിയായ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളല്ല അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളുടെ കടുപ്പത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആലോചിച്ചു പോവുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ. അപ്പൊ മരണം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നെത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅതി അലൈക്കും സമാൻ ലൗ വജദ അഹദുക്കും അൽ മൗത യുബാഉ ലസ്തറ. ആ കാലഘട്ടം എത്രത്തോളം സങ്കീർണമായിരിക്കും എന്ന് വെച്ചാൽ, മരണം വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ വില കൊടുത്തു വാങ്ങും. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ, സ്വയം ജീവനൊടുക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. അതുകൊണ്ട് മാത്രം സ്വയം ജീവനൊടുക്കാതെ, എന്നാൽ പരീക്ഷണങ്ങളുടെ പേരിൽ, പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ പേരിൽ മരണം വന്നെത്തിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സമാനമായ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅതി അലന്നാസി സമാനുൻ യഅതി അർറജുലു അൽ ഖബറ. ഒരു കാലഘട്ടം വരും, മനുഷ്യൻ അന്നൊരു ഖബറിന്റെ അടുക്കൽ എത്തും. ഖബറിന്റെ പുറത്ത് അയാൾ കിടക്കും. കിടന്നിട്ട് അയാൾ ഇങ്ങനെ പറയും, യഖൂൽ യാ ലൈതനി മകാന സാഹിബി, ഈ സ്ഥലത്ത്, ഈ ഖബറിന്റെ ഉള്ളിൽ ഞാനായിരുന്നെങ്കിൽ. എന്നിട്ട് അദ്ദേഹം പറയും, കടമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ അല്ല അദ്ദേഹത്തിന്, കടമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. ചില വചനങ്ങൾ കൃത്യമായി തന്നെ വരുന്നുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളല്ല, എന്നാൽ ദീനിയായ പ്രയാസങ്ങളുമല്ല. ഇത് രണ്ടുമല്ലാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലതരത്തിൽ. വേണ്ടപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കെതിരെ ഉണ്ടാകുന്ന, കുടുംബാദികൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല പ്രയാസങ്ങൾ വന്നു. ഖലീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅതി അന്ന അലൈക്കും സമാനുൻ യതമന്ന റജുലു ഫീഹി അൽ മൗത മിൻ ഗൈരി ഫഖർ. ദാരിദ്ര്യമല്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ കാരണം, മറ്റു പലതുമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യഅതി അലന്നാസി സമാനുൻ യതമന്ന റജുലു ദുശ്ശറഫി വൽ മാലി വൽ വലദി അൽ മൗത മിമ്മാ യറാ മിനൽ ബലാഇ. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആൾ, സമൂഹത്തിൽ നല്ല നിലയും വിലയും പേരും അംഗീകാരവും എല്ലാം ഉള്ളയാൾ, മക്കളും അങ്ങനെ പിന്തുണയ്ക്കാൻ മറ്റു പലരും ഉള്ളവർ, ഇങ്ങനെ സകലതും നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയല്ല, ഗതികെട്ടവന്റെ അവസ്ഥയല്ല, സമൂഹത്തിന്റെ ഇടയിൽ അംഗീകാരമുള്ള, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള, പിന്തുണയ്ക്കാൻ മക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം ഉള്ള മനുഷ്യൻ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ട് മരണം വരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിലുണ്ട്. ഒരു സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ ഒരാൾ വന്നു. രോഗാസന്നനായ, മരണാസന്നനായ സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു വന്നയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റൊരു കാലം, ഒരു കാലം വരാനിരിക്കുന്നു, അന്ന് ജനങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഇന്ന് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ ആയുസ്സിനു വേണ്ടി ദ്വാരക്കണം. വരുംകാലത്തിൽ ആരോഗ്യവാനായി നടക്കുന്ന മനുഷ്യൻ സ്വയം തന്റെ മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ദുആ ചെയ്യുമെന്ന്
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആഫിയത്ത് അല്ലാഹു തആല ചെയ്യുന്ന ഒരു വലിയ നിഅമത്താണ്. ശരീരത്തിന്റെ ആഫിയത്ത്, സമ്പത്തിന്റെ ആഫിയത്ത്, കുടുംബാംഗങ്ങളുടെ ആഫിയത്ത്. അല്ലാഹുമ്മ ആഫിനി ഫി സംഇ വആഫിനി ഫി ബസരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-ആഫിയത ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റവആതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-ആഫിയത. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വസ്ഥതയും സമാധാനവും ചോദിക്കാം. ഫി ദീനി, എന്റെ ദീൻ കാര്യത്തിൽ, വദുനിയായ, എന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ, വഅഹ്ലി, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, വമാലി, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിരന്തരമായി ചെയ്യാറുള്ള ദുആ. ആഫിയത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ രാവിലെ വൈകുന്നേരം ചെയ്തിരുന്ന ദുആകളിൽ ധാരാളം നമുക്ക് ഈ ആശയം കാണാൻ കഴിയും. ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മുഅ്മിൻ അവന്റെ ഈമാനിന്റെ ബലം കൊണ്ട് നേരിടും. പക്ഷെ പലപ്പോഴും പ്രയാസം കൊണ്ട് മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. നാട്ടിൽ ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ നിർവാഹമില്ലാതെ ഏതോ ഒരു വനാന്തരത്തിൽ ചെന്ന്, അല്ലെങ്കിൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട ഒരു ഗുഹയുടെ ഉള്ളിൽ അഭയം തേടിയ, വിശ്വാസം സംരക്ഷിക്കണമെന്നും അതിനെതിരെ വരുന്ന നീക്കങ്ങളെ എങ്ങനെയെങ്കിലും അതിജീവിക്കണമെന്നും വിചാരിച്ച യുവാക്കളായ ഈമാൻ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ വായിച്ചത് എങ്ങനെയാണ്? അല്ലാഹുമ്മ റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്നുള്ള സവിശേഷമായ കാരുണ്യം നീ ഞങ്ങൾക്ക് തരണേ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. ഞങ്ങൾ അകപ്പെട്ട ഈ കാര്യത്തിൽ ഒരു നേർവഴി ഞങ്ങളുടെ മുമ്പിൽ രൂപപ്പെടുത്തി തരികയും വേണം. കാര്യങ്ങൾ നേരാവണ്ണം നീ എത്തിക്കണം. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണം. ആ കാരുണ്യത്തിന്റെ ബലത്തിൽ ഞങ്ങൾക്ക് വിശ്വാസത്തെ സംരക്ഷിച്ച് ജീവിക്കാൻ കഴിയണം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ മനസ്സിനെ, എന്റെ ഹൃദയത്തെ നിന്റെ വിശ്വാസത്തിൽ, ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീനാണ്, വിശ്വാസമാണ്, അതിനുള്ള ജീവിതമാണ്. പക്ഷെ അതുപോലും ദുർബലമായി പോകുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനുണ്ടാവും. അല്ലാഹു തആലയുടെ അനുഗ്രഹത്തിൽ, കരുണയിൽ മനുഷ്യൻ സംശയിച്ചു പോകുന്ന അവസ്ഥ, അല്ലാഹു എന്നോടെന്താ കരുണ ചെയ്യാത്തത് എന്ന നിലയിൽ മനുഷ്യന്റെ വിശ്വാസം ദുർബലമായി പോകുന്ന, ഈമാൻ തെറ്റിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ബിത് ഖൽബി അലാ ദീൻ, നബിയാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്റെ മനസ്സിനെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, എന്റെ കാഴ്ചയ്ക്ക് നീ ആഫിയത്ത് നിലനിർത്തി തരണം. അതിനൊരു വിഷമവുമില്ലാത്ത അവസ്ഥയിൽ അതിന്റെ സുഖം, അതിന്റെ സ്വസ്ഥത നിലനിർത്തി തരണം. എന്റെ കേൾവിയുടെ സ്വസ്ഥത, അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴുള്ള ആ ഒരവസ്ഥ, ആഫിയത്തിന്റെ അവസ്ഥ നിലനിർത്തി തരണം. ഞാൻ എന്റെ ശരീരത്തില് ഞാൻ അനുഭവിക്കുന്ന എല്ലാ അവയവങ്ങളും കൊണ്ടുള്ള ആ ഗുണം നീ നിലനിർത്തി തരണേ എന്ന് സ്വന്തം ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യും, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, സാമ്പത്തിക കാര്യങ്ങളുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ആഫിയത്ത് വളരെ പ്രധാനമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ ഏറ്റവും വിലപ്പെട്ടതായ ദീന് പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ, സ്വസ്ഥതയോടുകൂടി ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള
മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.